സങ്കീർത്തനം 34 എടുക്കാമോ? 34-ാമത്തെ സങ്കീർത്തനം ഒന്ന് എടുക്കാം. എല്ലാ കാര്യത്തിനും ദൈവത്തിന് എപ്പോഴും നന്ദി പറയണമെന്ന് നമുക്ക് ബോധ്യം തരുന്ന ഒരു വചനഭാഗമാണ്. ദൈവത്തിൻ്റെ സംരക്ഷണം 91-ാം സങ്കീർത്തനം പോലെ തന്നെ ഒരു സംരക്ഷണ പ്രാർത്ഥനയാണ് 34-ാമത്തെ സങ്കീർത്തനം. അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. 34-ാമത്തെ സങ്കീർത്തനം 1-ാം വാക്യം: കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. ബൈബിളുള്ളവർ എല്ലാവരും ഒന്ന് ചേർന്നവർക്ക് വായിച്ച്: കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരത്തിൽ ഉണ്ടായിരിക്കും. ദാവീദ് പറഞ്ഞു തരികയാണ്, ഞാൻ കർത്താവിന് നന്ദി പറയും. എപ്പോഴാണ് കർത്താവിന് നന്ദി പറയുന്നത്? ഹലോ, നിങ്ങളെപ്പോഴാണ് കർത്താവിന് നന്ദി പറയുന്നത്? വെല്ലവും കിട്ടിക്കഴിയുമ്പോൾ. അതാ നിങ്ങൾക്ക് വെല്ലവും കൽക്കണ്ടോ ഒന്നും കിട്ടാത്ത. വെല്ലവും കിട്ടുമ്പോഴല്ല നമ്മൾ നന്ദി പറയണ്ടേ. ദാവീദ് പറയാണ്, ഞാൻ എപ്പോഴും കർത്താവിന് നന്ദി പറയും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. നമ്മൾ വളരെ സിമ്പിളായിട്ട് എടുക്കും. നമ്മളിപ്പോൾ ഈ ശ്വാസം എടുക്കുന്നു, ശ്വാസം വിടുന്നു. ഇത് കുഞ്ഞു കാര്യമായിട്ട് നമ്മൾ വിചാരിക്കും, ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും കർത്താവിനെ സ്തുതിക്കുമെന്നൊക്കെ നമ്മൾ പ്രാർത്ഥനാഹ്വാനം കേൾക്കുമ്പോൾ ഓർക്കണം, ഓരോ കുഞ്ഞു കാര്യങ്ങൾക്കും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. ദാവീദ് പറയാണ്, ഞാൻ എന്നും എപ്പോഴും കർത്താവിന് നന്ദി പറയും. പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ നമ്മൾ പ്രാർത്ഥിച്ചു, ഒരു വിശുദ്ധൻ്റെ മധ്യസ്ഥം വഴിയായിരിക്കാം, ഒരു വിശുദ്ധയുടെ പ്രാർത്ഥന വഴിയായിരിക്കാം. ഈശോ നമുക്കൊരു അനുഗ്രഹം തന്നു. ആ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രം പറഞ്ഞാൽ പോരാ, ഇത് നിങ്ങളൊരു പ്രാർത്ഥന സമർപ്പിക്കുമ്പോൾ തന്നെ ഈശോയ്ക്ക് നന്ദി പറയണം. പറഞ്ഞേ ഹല്ലേലൂയ. ഈ പഴയ നിയമത്തിൽ ഇപ്പോഴും ഇസ്രായേൽക്കാരുടെ ഇടയിൽ നിലനിൽക്കുന്ന ബലികളിൽ പ്രാർത്ഥനാ രീതികളൊന്നാണ് തോതാ ബലിയർപ്പണം. പേര് കേട്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഞങ്ങളുടെ പള്ളിയിൽ ഇല്ലാത്തൊരു ബലിയർപ്പണമാണല്ലോ, അതൊന്നും ഓർത്ത് നിങ്ങൾ ഇനി വഴക്കുണ്ടാക്കാനൊന്നും പോകണ്ട. തോതാ ബലിയർപ്പണം യഹൂദരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ്. അവരെന്താ ചെയ്തുകൊണ്ടിരുന്നതെന്നറിയോ? എപ്പോഴും അർപ്പിക്കുന്ന ഒരു ബലിയർപ്പണമല്ല. നിങ്ങൾ ലേവ്യരുടെ പുസ്തകത്തിലൊക്കെ വായിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള ബലിയർപ്പണം. ഈ തോതാ ബലിയർപ്പണം ഒരു തരത്തിലുള്ള ദഹന ബലിയർപ്പണമാണ്. അവരിത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ഈ പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ടിരുന്നത് എപ്പോഴാണെന്നറിയോ? വലിയ യുദ്ധങ്ങൾക്ക് പോകുന്ന സമയത്ത്. നമ്മൾ ബൈബിളിലെ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കും. ഇവരുമായിട്ട് യുദ്ധം ചെയ്തു, അമലേക്കരുമായിട്ട് യുദ്ധം ചെയ്തു, മീദിയാൻകാരുമായിട്ട് യുദ്ധം ചെയ്തു, ഈജിപ്തുകാരുടെ പീഡനങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് യുദ്ധങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. ഈ യഹൂദരുടെ ഒരു പ്രാർത്ഥനാ രീതിയായിരുന്നു അവരുടെ പുരോഹിതന്മാർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം. ഇസ്രായേൽക്കാർ ഒരു യുദ്ധത്തിന് ഇറങ്ങുന്ന സമയത്ത് ആദ്യത്തെ വാള് വീശുന്നതിന് മുമ്പ്, ആദ്യത്തെ പെരുമ്പറ മുഴങ്ങുന്നതിന് മുമ്പ്, യുദ്ധം ശരിക്കും ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവരൊരു ബലിയർപ്പണം നടത്തുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഈ യുദ്ധം ജയിക്കണമേ എന്നുള്ള നിയോഗമല്ല, ഈ യുദ്ധത്തിൽ ഞങ്ങൾക്ക് വിജയം തരണമേ എന്നുള്ള പ്രാർത്ഥനയല്ല. ശ്രദ്ധിച്ചു കേട്ടെ, ആ ബലിയർപ്പണത്തിന്റെ പ്രത്യേകത ഇതായിരുന്നു: ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ സ്വന്തം ജനമാണ്, അങ്ങയുടെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ശത്രുക്കളെ നേരിടാൻ വേണ്ടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ യുദ്ധത്തിൽ ഞങ്ങൾക്ക് വിജയം തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയല്ല, പകരം ആദ്യത്തെ കാല് വെക്കണതിന് മുമ്പ് അവരിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്: ഈ യുദ്ധത്തിൽ ഞങ്ങൾക്ക് വിജയം തന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. എന്താണ് ബലിയർപ്പണത്തിന്റെ പേരെന്താ? തോതാ ബലിയർപ്പണം. എല്ലാവരും ഓർക്കെ പറഞ്ഞേ, തോതാ ബലിയർപ്പണം. TODAH ഇംഗ്ലീഷിൽ അങ്ങനെ എഴുതും. നിങ്ങൾ തോതാന്നോ വേറെ ഒന്നും പറയണ്ട, തോതാ ബലിയർപ്പണം തന്നെ പറയണം. ആ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണ്? കിട്ടിക്കഴിഞ്ഞിട്ട് നന്ദി പറയുകയല്ല, ഒരു പ്രാർത്ഥന സമർപ്പിക്കുമ്പോൾ, ഒരു കാര്യം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ തന്നെ ഈശോയെ അങ്ങെനിക്കിത് തന്നു കഴിഞ്ഞു എന്ന ബോധ്യത്തിൽ നന്ദി പറയുക. പറഞ്ഞേ ഹല്ലേലൂയ. പരീക്ഷ തുടങ്ങുന്ന സമയത്തല്ല, കുഞ്ഞുമക്കളൊക്കെ ഇത് കേട്ടോണേ, പരീക്ഷ തുടങ്ങുന്ന സമയത്ത് പിന്നെ ഈശോയെ പരീക്ഷ ജയിപ്പിക്കണമെന്നല്ല. ഇനി പരീക്ഷയ്ക്ക് നല്ല റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ ഈശോയെ നന്ദിയെന്നല്ല, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിച്ചേക്കണം: ഈ പരീക്ഷയിൽ എനിക്ക് വിജയം തന്ന എൻ്റെ ഈശോയ്ക്ക് നന്ദി. പറഞ്ഞേ ഹല്ലേലൂയ. പേന എടുത്ത് പേപ്പറിലേക്ക് വെക്കുന്നതിന് മുമ്പ് ഈശോയെ എല്ലാം ഓർമ്മിപ്പിച്ച് തരണേ, പിന്നെ അത് മാത്രമേ പരീക്ഷയുടെ സമയത്ത് ഓർക്കുള്ളൂ. ഓർമ്മിപ്പിച്ച് തരണേ, അത് മാത്രമേ ഓർക്കുള്ളൂ. അവസാനം പേപ്പറിൽ അത് തന്നെ എഴുതി വെക്കും. അങ്ങനെ വെച്ച് പരീക്ഷയിൽ പരാജയപ്പെടാനല്ല, നിങ്ങൾക്ക് വലിയ വിജയം കർത്താവ് തരും. ഈ കിട്ടുന്നതിന് മുമ്പ് തന്നെ നന്ദി പറയുക. നിങ്ങളുടെ വീട് പണി ആരംഭിക്കുന്ന സമയത്ത് എല്ലാവർക്കും ലഡു, ജിലേബി എല്ലാം മേടിച്ചു കൊടുക്കുന്ന സമയത്ത്, വീട് പണി പൂർത്തിയാക്കി കഴിഞ്ഞ് കുറേ പേർക്ക് ബിരിയാണി മേടിച്ചു കൊടുത്ത് അല്ല കർത്താവിന് നന്ദി പറയേണ്ടത്. ഈ വീട് പണിയുടെ പ്ലാൻ നിങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ ഈശോയെ, ഈ പണി പൂർത്തിയാക്കിയതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാം പിടികിട്ടുന്നുണ്ടോ? അത് വലിയൊരു വിശ്വാസമാണ്. കിട്ടിക്കഴിഞ്ഞ് നമുക്ക് നന്ദി പറയാൻ വേണ്ടി വലിയ വിശ്വാസമൊന്നും വേണ്ട. പക്ഷെ കിട്ടുന്നതിന് മുമ്പ്, കൺമുമ്പിൽ അത്ഭുതം സംഭവിക്കുന്നതിന് മുമ്പ് ഈശോ എനിക്കിത് ചെയ്ത് തന്നു കഴിഞ്ഞു എന്നുള്ള ഒരു അസാമാന്യമായ വലിയൊരു വിശ്വാസത്തിൽ കർത്താവിന് നന്ദി പറഞ്ഞു കൊടുക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ.
അപ്പം അതാണ് അവർ ചെയ്തുകൊണ്ടിരുന്ന ബലിയർപ്പണത്തിൻ്റെ പ്രത്യേകത. അപ്പം ആ ഒരു കാര്യം തന്നെയാണ് ദാവീദ് നമ്മളോട് ഈ വചനത്തിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ എന്നും എപ്പോഴും എൻ്റെ കർത്താവിന് നന്ദി പറയും. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഈശോയുടെ അടുത്ത് പോയി നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ശരി പറയുന്ന ഈ കൺവെൻഷൻ്റെ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ കാര്യത്തിലാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് പേർക്ക് അസ്വസ്ഥത തോന്നും. എൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ, വിഷമങ്ങൾ മാത്രമേ ഉള്ളൂ, നന്ദി പറയാൻ വേണ്ടിയിട്ട് വലിയ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ പ്രാർത്ഥിച്ച ചില ചോദ്യങ്ങൾക്ക് ഈശോ ഉത്തരം തന്നിട്ടില്ല, ഞാൻ ഇനി എങ്ങനെയാണ് ദൈവത്തിന് മഹത്വപ്പെടുത്തേണ്ടത്? ഈശോ ഇത് തന്നിട്ടില്ല, പക്ഷേ തന്നു കഴിഞ്ഞു എന്ന ബോധ്യത്തിൽ അസാമാന്യമായൊരു വിശ്വാസത്തോടെ കർത്താവിന് എപ്പോഴും നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം, എപ്പോഴും കർത്താവിനെ മഹത്വപ്പെടുത്തണം. ഇന്ന് ശരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാണ്, ഈശോയെ എൻ്റെ കൺമുമ്പിൽ ഒത്തിരി കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കാനുണ്ട്, ഒരുപാട് സ്വപ്നങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്, ഇതൊക്കെ തരണേ, ഇതൊക്കെ സാധിച്ചു കിട്ടണേ എന്നല്ല, ഇതൊക്കെ സാധിച്ച് തന്നതിന് ഈശോയ്ക്ക് ഇന്ന് രാത്രി നന്ദി പറയുക. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ എല്ലാ സമയത്തും, ഒരാവശ്യത്തിൻ്റെ സമയത്ത് മാത്രം എല്ലാ സമയവും ഈശോയുടെ അടുത്ത് നിൽക്കുന്ന ആളെ ഈശോ വലിയ സംരക്ഷണം നൽകി അനുഗ്രഹിക്കും. അതാണ് ഈ 34-ാമത്തെ സങ്കീർത്തനം പറയുക, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവന് ഒന്നിനും കുറവുണ്ടാവുകയില്ല. അറിയാവുന്ന വചനമല്ലേ അത്? സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവന് ഒന്നിനും കുറവുണ്ടാവില്ല. എപ്പോഴാണ് അന്വേഷിക്കണ്ടേ? എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരും അല്ലേ? എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴല്ല. ഇന്ന് ഈ കൺവെൻഷൻ, ഈ വചനം കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഒറ്റ കാര്യം വലിയൊരു അനുഗ്രഹത്തോടെ തീരുമാനിക്കണം, ഞാൻ എനിക്കൊരു ആവശ്യം വരുമ്പോഴല്ല, എന്നും എപ്പോഴും ഞാൻ എൻ്റെ കർത്താവിനെ അന്വേഷിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അന്വേഷിക്കുമോ? കർത്താവിനെ ഓർക്കണം. നമ്മൾ പഴയ നിയമത്തിൽ കാണുന്ന ഒരു വലിയൊരു സംഭവമാണ്. നിങ്ങൾ ഈ ഒരു വചനഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ദാനിയേലിനെ പിടിച്ച് സിംഹക്കുഴിയിൽ ഇടുന്ന സമയത്ത് ദാനിയേലിനെതിരെ പല ആരോപണങ്ങൾ വന്നു. ദാനിയേലിനെ എങ്ങനെയെങ്കിലും കൊടുക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് കുറേ ശത്രുക്കൾ ആ ദേശത്തുണ്ട്. രാജാവിൻ്റെ അടുത്ത് പോയി പരാതിപ്പെടാനൊക്കെ പോകുന്നു. വചനം ഇങ്ങനെ പറയുക, ദാനിയേലിൽ ഒരു കുറ്റവും കണ്ടില്ല. അവൻ്റെ മേലെ കുറ്റം ആരോപിക്കാൻ വേണ്ടി ഒരു കുറവും അവനിൽ കണ്ടില്ല. പക്ഷെ അവർക്ക് ഒരു ഉറപ്പായിരുന്നു, ശത്രുക്കൾക്ക് ഉറപ്പായിരുന്നു, ഇവൻ ദൈവാരാധനയിൽ വെള്ളം ചേർക്കത്തില്ല, ദൈവത്തെ ആരാധിക്കുന്നതിൽ അവൻ ഒരു കോംപ്രമൈസും വെക്കത്തില്ലെന്ന് ദാനിയേലിനെ കുറിച്ച് ശത്രുക്കൾക്ക് പോലും അറിയാറുണ്ട്. അതുകൊണ്ട് അവരെന്നാ ചെയ്തു, രാജാവിനെ അങ്ങനെ പറ്റിച്ച് രാജാവിനെ കൊണ്ടൊരു കത്തിൽ ഒപ്പിടിപ്പിക്കുക. അതായത് രാജാവിനെ അല്ലാതെ, രാജാവ് ഉണ്ടാക്കുന്ന പ്രതിമയല്ലാതെ മറ്റൊന്നിനെ ആരാധിക്കരുത്. അപ്പോൾ അവർക്ക് ഉറപ്പായിരുന്നു ദാനിയേൽ കുടുങ്ങും. കാരണം ദാനിയേൽ ഒരു പ്രതിമേനെ ആരാധിക്കാൻ പോവില്ല, ഒരു വ്യക്തിയെ ആരാധിക്കില്ല, കർത്താവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. ദാനിയേൽ കുടുങ്ങി. ദാനിയേലിനെ പിടിച്ച് സിംഹക്കുഴിയിൽ ഇടാൻ വേണ്ടിയിട്ടൊരു തീരുമാനമാണ്. ദാനിയേൽ എന്നാ ചെയ്തതെന്നറിയോ? താൻ പെട്ടുപോയി, തൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞ സമയത്ത് ദാനിയേലിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദാനിയേലിന് വേണമെങ്കിൽ രാജാവിനെ പോയി കാണാം. രാജാവിന് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ദാനിയേലിനെ. ദാനിയേൽ പറഞ്ഞാൽ ചിലപ്പോൾ രാജാവ് കേൾക്കും. പക്ഷേ ഈ പയ്യൻ ഈ ദൈവ മകൻ ചെയ്തത് രാജാവിനെ കാണാൻ പോകല്ല ചെയ്തത്, ഈ രാജാവിനെ സർവാധിപനായ കർത്താവിനെ കാണാൻ വേണ്ടി അവൻ പതിവ് പോലെ, വചനം എങ്ങനെയാ പറയുക, അവൻ പതിവ് പോലെ, അവൻ സാധാരണ ചെയ്തിരുന്നത് പോലെ ജെറുസലേമിലേക്കുള്ള വാതിലുകൾ തുറന്നിട്ട് അവൻ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ദാനിയേലിനെ കുറിച്ച് പറയുന്ന കാര്യം, അവൻ പതിവ് പോലെ ആരാധിച്ചു. ഒരു സന്തോഷത്തിന്റെ ദിവസങ്ങളിൽ മാത്രമല്ല, അവൻ്റെ ജീവന് ഭീഷണി ഉണ്ടാകുന്നു തോന്നിയ സമയത്തും അവൻ ചെയ്തത് രാജാവിനെ പോയി കണ്ട് കാല് പിടിക്കുകയല്ല ചെയ്തത്, രാജാതിരാജനായ ദൈവത്തെ കാണാൻ വേണ്ടി അവൻ വാതിലുകൾ തുറന്നിട്ടു. എപ്പോഴും ചെയ്തിരുന്നത് പോലെ, പതിവായി ചെയ്തിരുന്നത് പോലെ അവൻ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. എന്നെ സംഭവിച്ചേ, സിംഹത്തിൻ്റെ ആ പിടിയിൽ നിന്ന്, ആ കുഴിയിൽ നിന്ന് ഒരു പോറൽ പോലും ഏൽക്കാതെ അവനെ കർത്താവ് രക്ഷിച്ചു. നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബൈബിളിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമൊക്കെ വരുന്നുണ്ടോ? കുഞ്ഞു വിശ്വാസമെങ്കിലും ഉണ്ടോ? വചനം ഇങ്ങനെ പറയുക, ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് ഒരു പോറൽ പോലും അവൻ ഏൽക്കേണ്ടി വന്നില്ല. പ്രശ്നം വന്നപ്പോൾ സിംഹത്തിന്റെ വായ അടയ്ക്കണേന്ന് പ്രാർത്ഥിക്കുകയല്ല ചെയ്തത്, രാജാവിൻ്റെ കുബുദ്ധിയെ പരാജയപ്പെടുത്തണേന്ന് പ്രാർത്ഥിക്കുകയല്ല ചെയ്തത്. ദാനിയേലിന് ഉറപ്പായിരുന്നു, ദാനിയേൽ പ്രാർത്ഥിച്ചാൽ, ദാനിയേൽ നന്ദി പറഞ്ഞാൽ ദാനിയേലിനെ കർത്താവ് കൈവിടില്ല. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കൾ, ഇത് ഹൃദയത്തോടെ ഏറ്റെടുത്തേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുമോയെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. ആരും എഴുന്നേറ്റ് പോലെ. നിങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ കാര്യത്തിലും ഉത്തരം കിട്ടുമോയെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞു ജീവിതം കൊണ്ട് ഉറപ്പുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നന്ദി പറയുന്ന കാര്യങ്ങൾക്കെല്ലാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഉറപ്പിച്ചു വെച്ചു, ഇത് മനസ്സിലേക്ക് ഉറപ്പിച്ചു. നിങ്ങൾ നന്ദി പറയുന്ന കാര്യങ്ങൾക്കെല്ലാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ.
ഇങ്ങനെ ഈ കുഴിയിലൊക്കെ പെട്ട് കിടക്കുമ്പോൾ, ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സങ്കടത്തിലോ വേദനയിലൊക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏറ്റവും നല്ല ഓപ്ഷൻ ആരിലേക്ക് നോക്കുക എന്നുള്ളതാണ്. ഈശോയിലേക്ക് നോക്കുക. വേറെ ആരിലേക്കും നോക്കൽ, ഒരു മനുഷ്യനിലേക്ക് നോക്കൽ. നമ്മൾ നോക്കിയവരെല്ലാം നമ്മളെ തുറച്ചു നോക്കുകയും പിന്നെ ഒക്കെ നോക്കി ബാക്കി ഉണ്ടാവുള്ളൂ. സഹായിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മൾ നോക്കുന്ന ചില ആൾക്കാർ ചിലപ്പോൾ നമ്മൾ തിരിഞ്ഞു നിൽക്കും. നമ്മൾ കൈപിടിച്ച് പൊക്കി കയറ്റിക്കൊണ്ട് വന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ നമ്മളെ പിടിച്ച് പിന്നെയും കുഴിയിലോട്ടിടും. ഒരാൾ പോലും നമുക്ക് ആശ്രയിക്കാൻ, നമുക്കൊന്ന് കൈസഹായം തരാൻ, നമ്മുടെ തോളോടൊന്ന് ചേർന്ന് നിൽക്കാൻ, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരാളെപ്പോലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു കെട്ട കാലത്തിലൂടെയൊക്കെ ചിലപ്പോൾ നമ്മൾ കടന്നു പോകുന്നുണ്ടാകും. ഈശോയിലേക്ക് മാത്രം നോക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിത സാഹചര്യം ഒരു വലിയ ഇരുട്ടിലാണ് ഇപ്പോഴെങ്കിൽ, ഇന്നിപ്പോൾ വചനം കേൾക്കാൻ വേണ്ടി പോലും പറ്റാത്ത സാഹചര്യത്തിൽ, അത്ര സങ്കടം കൊണ്ട് ചങ്കുപൊട്ടുന്ന ഒരു സമയത്താണെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ ഉറക്കെ പറ, ആരിലേക്ക് നോക്കുക? ഈശോയിലേക്ക് നോക്കുക. സിംഹത്തെ നോക്കരുത്, ഈ കുഴിയിലേക്ക് പിടിച്ചിട്ട രാജാവിനെ നോക്കരുത്, ചതിച്ച ആ മനുഷ്യരെ നോക്കരുത്. ഈ കുഴിയിൽ വീണെങ്കിൽ ഈ കുഴിയിൽ നിന്നുകൊണ്ടും ഈശോയെ തന്നെ നോക്കുക. ദാനിയേല് കുഴിയിൽ കിടന്ന സിംഹത്തെ അല്ല നോക്കിയത്, കുഴിയിലേക്കിട്ട രാജാവിനെ അല്ല നോക്കിയത്, ചതിച്ച ആ മനുഷ്യരെ അല്ല നോക്കിയത്. ഈ കുഴിയിലേക്ക് വീണത്, ഞാൻ കുഴിയിലേക്ക് വീഴുന്നത് കണ്ട കർത്താവ് ഈ മുകളിൽ നിന്ന് എന്നെ ഉയർത്തിയെടുക്കുമെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ അവൻ സിംഹത്തെയോ കുഴിയെയോ കുഴിയിലേക്ക് ഇട്ടവരെയോ നോക്കാതെ കർത്താവിനെ മാത്രം നോക്കി. ഒരു പോറൽ പോലും ഏൽക്കാതെ കർത്താവ് അവനെ രക്ഷിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളെ രക്ഷിക്കും, നിങ്ങളെ രക്ഷിക്കും. ഈ കുഴിയിൽ നിന്ന് നിങ്ങൾ ഈശോയെ നോക്കിയാൽ. നമ്മൾക്ക് ബൈബിളിലെ കുറേ അധികം സംഭവങ്ങൾ ഈ ഒരു കുഞ്ഞു കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. വെള്ളത്തിലേക്ക് ആണ്ടുപോയ പത്രോസ്ലിഹായെ നമ്മൾ കാണുന്നുണ്ട്. വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എന്താണ്? വെള്ളം കുടിക്കുക ആണോ? ചിലപ്പോൾ കൈകാലിട്ട് അടിച്ചൊന്ന് കയറി പോരാൻ വേണ്ടി നോക്കും, മടുക്കും. നമ്മൾ വെള്ളത്തിൽ കിടന്ന് നമ്മൾ നിലവിളിച്ച് നമ്മുടെ ഉള്ളിലേക്ക് വെള്ളം പെട്ടെന്ന് കയറി നമ്മൾ മരിക്കും. ആരെയൊക്കെ സഹായിക്കാൻ വരുമെന്നൊക്കെ വിചാരിച്ച് കുറേ നേരം കൈകാലിട്ട് അടിക്കും. ചിലപ്പോൾ ആരും സഹായിക്കാൻ വരില്ല. ഈ വെള്ളം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കും. ഒറ്റ ഓപ്ഷൻ, കൈ ഉയർത്തി പിടിച്ചേക്കുക. ഉയർത്തിപ്പിടിച്ച കയ്യേൽ കർത്താവ് കയറി പിടിച്ച് നമ്മളെ ഉയർത്തും. പറഞ്ഞേ ഹല്ലേലൂയ. നല്ല ഉണർവോടെ ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഈ കുഴിയിലേക്ക് പോയ മറ്റൊരാളെ നമ്മൾ കാണുക. ജോസഫ്. പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് പിടിച്ച് കുഴിയിലേക്ക് ഇട്ടത്, മറ്റാരുമല്ല. ഒരുമിച്ച് ഭക്ഷണം കഴിച്ച, ഒരുമിച്ച് ഒരു വീട്ടിൽ കിടന്ന സ്വന്തം ചോരയിലുള്ള സഹോദരങ്ങൾ, ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നതോ ഒരു കുടുംബത്തിലുള്ളവരോ ആയ സ്വന്തം സഹോദരങ്ങൾ, ആ സഹോദരങ്ങളാണ് പിടിച്ച് കുഴിയിലേക്ക് ഇട്ടത്. കുഴി കിടന്നുകൊണ്ട് സഹോദരങ്ങളെ ചീത്ത വിളിക്കാൻ അവൻ പോയില്ല. ഇതെന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം നെഞ്ചെടുത്ത് കരഞ്ഞില്ല. ഈ കുഴിയുടെ ആഴം പരിശോധിച്ചില്ല. ഈ കുഴിയുടെ അപ്പുറത്ത് നിൽക്കുന്ന കർത്താവിനെ മാത്രം അവൻ നോക്കി ജോസഫ് കുഴിയിൽ നിന്ന് കയറിപ്പോന്നു. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ആരിലൊക്കെ കുഴിയിലൊക്കെ വീണിട്ടുണ്ടോ? വീഴ്ത്തിയിട്ടുണ്ടോ നിങ്ങൾ? വെള്ളത്തിലേക്ക് പോയിട്ടുണ്ട്. എനിക്ക് പിന്നെ ഒരു കുഞ്ഞു സംഭവം എൻ്റെ മനസ്സിലുള്ളതാണ്. ഞാൻ വെള്ളത്തിൽ പോയത്. എന്നെ കളിയാക്കിയേക്കരുത് കേട്ടോ നിങ്ങൾ. ഈ അച്ഛൻ വെള്ളത്തിൽ പോയെന്നൊന്നും പറഞ്ഞ് കളിയാക്കിയേക്കല്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ വെള്ളത്തിൽ പോയത്. ആദ്യ കുർബാനയുടെ പിറ്റേ ആഴ്ച. നല്ല സമയമായിരുന്നു. ഇപ്പോൾ ഒരു വലിയ ആഗ്രഹമാണ്. ഈ ഷൂസ് ഇടാൻ ഭയങ്കര കൊതിയാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ ആന്തരിക മുറിവുകളൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാനിത് പണ്ടൊരു സ്ഥലത്ത് പറഞ്ഞിട്ട് എനിക്കൊരു ആൻറ്റി 3 ഷൂസ് മേടിച്ചോട്ടെ തന്നു. അതൊരു ആന്തരിക മുറിവായിട്ട് മാറി. ഇപ്പോൾ നിങ്ങളാരും ഷൂസ് ഒന്നും മേടിച്ച് തന്നേക്കല്ല. ഞാനൊരു കുഞ്ഞു സംഭവം, അതായത് നമ്മുടെ ചെറുപ്പങ്ങളിൽ നമ്മുടെ വലിയ ആഗ്രഹമാണ് ഇങ്ങനെ ഷൂസ് ഒക്കെ ഇടണം എന്നൊക്കെയുള്ള വലിയ ആഗ്രഹങ്ങളാണ്. അന്ന് നമുക്ക് ഈ വള്ളിച്ചെരുപ്പ് അതിനൊരു 7 ഓട്ടയും ഒക്കെ ഉള്ള, പിന്നെ അത് ടയറാക്കി മാറ്റുക, അങ്ങനത്തെ ഒരു ചൈൽഡ്ഹുഡ് ഒക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാവും. അപ്പോൾ ആദ്യ കുർബാനയുടെ സമയത്ത് ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഇടവകയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഇടവകയാണ്. തലശ്ശേരി അതിരൂപതയിൽ വിളക്കന്നൂർ എന്ന് പറഞ്ഞ ഒരു കൊച്ചിടവകയാണ്. കൊച്ചിടവക ഇപ്പം ഈശോയുടെ ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ തിരുമുഖം പ്രത്യക്ഷപ്പെട്ടതിൻ്റെ പേരിലൊക്കെ ലോകമെങ്ങാടും അറിയപ്പെടുന്ന വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇടവകയാണ്. അവിടുത്തെ ഒരു കുഞ്ഞു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പം ഞങ്ങളുടെ ആദ്യ കുർബാന ഇപ്പം അത്ഭുതം നടന്ന ആ പള്ളിയിലാണ്. എൻ്റെ മാമോദീസായും ആദ്യ കുർബാനയും തിരുപ്പട്ടോ എല്ലാം നടന്നത്. ഇപ്പം ആദ്യ കുർബാനയ്ക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കിയ സിസ്റ്റേഴ്സ് ഇങ്ങനെ ഒത്തിരി പ്രാർത്ഥനകളൊക്കെ പഠിപ്പിച്ചു തന്നു. കുമ്പസാരത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുക്കി. ഇപ്പോൾ കുർബാനയ്ക്ക് ആദ്യ കുർബാന സ്വീകരിക്കാൻ വേണ്ടി ഒരാഴ്ച സമയമുള്ളപ്പോൾ സിസ്റ്റേഴ്സ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടെല്ലാം, ഞങ്ങളുടെ ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുട്ടികളോടൊക്കെ പറഞ്ഞു ഒരു യൂണിഫോമിൽ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും വെള്ള ഷർട്ടാണ്, വെള്ള ടോപ്പൊക്കെയാണ് ഇട്ടേക്കണേ. പൊക്കം അനുസരിച്ച് നിക്കറും പാൻറ്റും ഒക്കെ ഇടുന്നു, എങ്ങനെയൊക്കെ ഇടുന്നു. അതാണ് ഞങ്ങൾക്ക് ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആൻഡ് വൈറ്റോ അങ്ങനത്തെ ഒരു യൂണിഫോമാണ് തന്നത്. അപ്പോൾ അമ്മ ഒരു നല്ല തയ്യൽക്കാരി ആയതുകൊണ്ട്, അമ്മ തയ്ച്ചിട്ട് ശരിയാവാതെ പോയത് ഞാൻ മാത്രമായതുകൊണ്ടും അമ്മ ഒന്ന് പരീക്ഷിച്ച് എനിക്ക് ഷർട്ടും നിക്കറും അമ്മ തന്നെ തയ്ച്ചു തന്നു. ഒരു കാര്യം കൂടെ സിസ്റ്റേഴ്സ് പറഞ്ഞിരുന്നു, ഷൂസ് ഇട്ടുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞിരുന്നു എല്ലാവരും ആദ്യ കുർബാനയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി. തലയിൽ ജണ്ടും ചെങ്കോലും ഒക്കെ, ചെങ്കോലല്ലോ ആ വടി, പൂക്കളുള്ള ആ വടി, അതൊക്കെ സിസ്റ്റേഴ്സ് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യ കുർബാന നടക്കുമ്പോൾ രാവിലെ എത്തണം, കാപ്പിയൊക്കെ ഇവിടുന്ന് തരും, ഒത്തിരി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു.
എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഷർട്ടും പാൻറ്റും ഉടുപ്പുമൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ മേടിച്ചു. എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന അന്നത്തെ വീട്ടിലെ ഒരവസ്ഥ വെച്ച് ഒരല്പം ആർഭാടമായിരുന്നു ഷൂസ്. ഞാനത് ചാച്ചനോട് പറഞ്ഞു, ചാച്ച ഷൂസ് വേണം. ചാച്ചൻ ചോദിച്ചു, എന്തിനാ ഷൂസ്? ഞാൻ പറഞ്ഞു, ആദ്യ കുർബാന സ്വീകരിക്കാൻ എന്തിനാ ഷൂസ്? തലതെറിച്ച് എൻ്റെ ചാച്ചൻ പറഞ്ഞു, നാക്ക് പോരെയെന്ന് ചോദിച്ചു. ഓഹ്, അങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ട് പോയിട്ട് നമ്മളെ കുഴിയിലോട്ട് എടുത്തിരിക്കാൻ. ചാച്ചൻ പറഞ്ഞു, ഷൂസ് വേണ്ട, നാക്ക് മതി എന്ന് പറഞ്ഞു, കുർബാന സ്വീകരിക്കും. ഞാൻ പറഞ്ഞതല്ല ചാച്ച, അങ്ങനെയല്ല, എല്ലാവരോടും ഇട്ടുകൊണ്ട് വരാൻ വേണ്ടി സിസ്റ്റർമാർ പറഞ്ഞു. നിങ്ങളെപ്പോലെ ഒരു അപ്പനായിരുന്നു എനിക്കും. അതുകൊണ്ട് ചാച്ചൻ പറഞ്ഞു, എന്നാ കന്യാസ്ത്രീകളോട് പറ ഷൂസ് ഉണ്ടാക്കി തരാൻ. അല്ലേ, വീട്ടിലൊരവസ്ഥയൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ അപ്പം പിന്നെ എന്നാ പറയണം, സിസ്റ്റർമാരോട് പറയാൻ പറയുന്നു ഷൂസ് ഉണ്ടാക്കി. അവർ പൂച്ചണ്ടൊക്കെ ഉണ്ടാക്കി തരുന്നത്, ഷൂസ് എല്ലാവർക്കും മേടിച്ചു കൊടുക്കാൻ സിസ്റ്റേഴ്സിനെ കൊണ്ട് പറ്റില്ല. അപ്പം ചാച്ചനോട് പറഞ്ഞിട്ട് ഇനി നിൽക്കത്തില്ലെന്ന് മനസ്സിലായി. സിംഹത്തിൻ്റെ മടയിൽ നിന്ന് പതുക്കെ അമ്മയുടെ മടിയിലേക്ക് ഉരുണ്ടു. അമ്മയോട് ഞാൻ പോയി പറഞ്ഞു, അമ്മേ ഷൂസ് വേണം. ചാച്ചനോട് പറയുന്ന ടോണിലല്ലല്ലോ നമ്മൾ അമ്മയോട് പറയണം. അമ്മയുടെ കയ്യെ പിടിച്ച് ഞുള്ളി പറിച്ച്, ഷൂസ് ഇല്ലേ ഞാൻ പള്ളി പോകത്തില്ലെന്ന്. അമ്മ അതിൽ വീണു. ആത്മീയത പറഞ്ഞാൽ അമ്മമാർ വീഴുമല്ലോ. ഷൂസ് ഇല്ലെങ്കിൽ പള്ളി പോകത്തില്ലെന്ന് പറഞ്ഞാൽ, അയ്യോ എൻ്റെ കൊച്ചു പള്ളി പോകണല്ലോ എന്ന് പറഞ്ഞ് അമ്മ കഷ്ടപ്പെട്ട് എന്നെ ടൗണിലേക്ക് കൊണ്ടുപോയി. ടൗണല്ല, ഇപ്പോൾ അതൊരു ടൗണാണ്. അന്ന് ഒരു കടയിലോട്ട് കൊണ്ടുപോയി. ഒരു അമ്മയും മോനും വരുന്നത് കണ്ടിട്ട് കടയിൽ നിൽക്കുന്ന ചേട്ടൻ ഭയങ്കര സന്തോഷം. ഒന്നുകിൽ അമ്മയുടെ പോക്കറ്റ്, ഇല്ലെങ്കിൽ ചേട്ടൻ്റെ കട ഏതിലൊക്കെ കാലിയാവുമല്ലോ. അപ്പോൾ ഷൂസ് ഇങ്ങനെ കാണിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ ആദ്യ കുർബാനയ്ക്കുള്ള ഷൂസ്. അപ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു, ദേ ഇതിനകത്ത് ഏത് വേണേലും എടുത്തു. സ്വന്തം മോനോട് പോലും സ്നേഹം കാണിക്കാത്ത ചേട്ടൻ എന്താ ഏത് വേണേലും എടുത്തു. കാശ് കൊടുക്കണമെന്ന് പിന്നെ പറയും. ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ഇതല്ല ഇത് വേണമെന്നുണ്ട്. അപ്പോൾ ഈ ചേട്ടൻ പിന്നെയും കാണിച്ചു. വിളക്കന്നൂർ പള്ളിയിലെ ആദ്യ കുർബാനയ്ക്കല്ലേ? ഞാൻ പറഞ്ഞു, അതെ. എല്ലാവരും ഇതാ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതല്ല എടുത്തേ, ഇതാന്ന് പറഞ്ഞു. ഒന്നും അറിയാത്ത എൻ്റെ അമ്മ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് അറിയില്ല ഏത് ഷൂസാണ്. കാരണം സിസ്റ്റേഴ്സ് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, വെള്ള സോക്സും കറുത്ത ഷൂസും. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, ഒരു ഓർഡറിന് വേണ്ടിയിട്ടാണ് വെള്ള സോക്സ് കറുത്ത ഷൂസ്. അതുകൊണ്ട് ആ പള്ളിയിൽ എല്ലാവരും അത് മേടിച്ചിട്ടുണ്ട്. ഞാനാണ് ലാസ്റ്റ് വണ്ടി. ഞാൻ പറഞ്ഞു, ഇതല്ല ഇതാണെന്ന് പറഞ്ഞു. ഇപ്പുറത്തെ സൈഡിൽ മുഴുവൻ നല്ല ഷൂസ് ഇങ്ങനെ തിളങ്ങിയിരിക്കാം. ഇന്ന് ആ കമ്പനി ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ, എനിക്കതൊരു മുറിവായിട്ട് അവശേഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ. പലതും മറന്നുപോയിട്ടും ആ ഷൂ കമ്പനിയുടെ പേര് ഞാൻ മറന്നുപോയിട്ടില്ല. ആക്ഷൻ ഷൂസ്. ഇപ്പം അതുണ്ടാവുക എനിക്കറിയാൻ പാടില്ല. ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ നമ്മൾ ഈ സ്കൂളിലെ യൂണിഫോം ഇടുന്ന പോലെ ഈ പറിച്ചോട്ടിക്കുന്ന ഒരു ഒരു രസമില്ലാത്ത നിങ്ങളെപ്പോലത്തെ ഒരു ഷൂസ്. ഇപ്പുറത്തെ സൈഡിൽ നല്ല ഷൂസ്, നല്ല വെള്ള ഷൂസ് ഇരിക്കും. ഞാൻ പറഞ്ഞു, ഇതാന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞ് സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ ചേട്ടനാണോ അറിയാവുന്നത്, എനിക്കാണോ അറിയാവുന്നത്? എനിക്കറിയാവുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യമായിട്ട് സിസ്റ്റേഴ്സ് പറഞ്ഞത് ഈ കറുത്ത ഷൂസ് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഇടുന്ന പോലെ നമ്മൾ ഇട്ടുകൊണ്ട് പോയിട്ട് വല്ല കഥയുണ്ടോ? അല്ലേ? ഷൂസ് എല്ലാ ദിവസവും ഇടില്ലല്ലോ, ആദ്യ കുർബാനയ്ക്ക് മാത്രമല്ലേ ഇടാൻ പോളുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും സ്വല്പം ഓവറായാലേ, ആരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ ഈ തല്ലുപൊളിത്തരം ഉള്ളവന് എവിടെയായാലും പോലും എന്തെങ്കിലും പൊട്ടത്തരം നമ്മൾ കാണിച്ചു കൂട്ടുമല്ലോ. ഞാൻ പറഞ്ഞു, ഇതാന്ന് പറഞ്ഞു. എന്നെ അത് ആകർഷിച്ച ഒരു സാധനം എന്ന് വെച്ചാൽ, ഇത്തെ ലൈറ്റും കൂടെ കത്തും. വെള്ള ഷൂസ് മാത്രമല്ല, ലൈറ്റ് മിന്നാമിന്നി കത്തിക്കൊണ്ടിരിക്കും. പച്ച മഞ്ഞ ചുമല മാറി കത്തും. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് ഹാപ്പിയാക്കി. ഇപ്പം നമ്മൾ ഈ ക്രിസ്മസിനൊക്കെ ഇഷ്ടംപോലെ ഇല്യൂമിനേഷൻ കാണുന്നതുകൊണ്ട് അതൊരു സന്തോഷമായിട്ട് തോന്നുന്നില്ലായിരിക്കും. അന്നതൊരു വലിയ സന്തോഷമാണ്. എന്തായാലും എനിക്ക് തോന്നുന്നത് അന്നത്തെ ഒരു 350 രൂപയോളം വില, അന്നതൊരു വലിയ വിലയാണ്. അമ്മ അത് കഷ്ടപ്പെട്ട് മേടിച്ചു തന്നു. ഞാനത് നേരെ വീട്ടിൽ കൊണ്ട് കട്ടിലിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചു. കാരണം വീട്ടിൽ ചേച്ചിയുണ്ട്. എനിക്ക് മേടിച്ചു, അവൾക്ക് മേടിച്ചില്ലെന്ന് പറഞ്ഞാൽ അവൾ ചിലപ്പോൾ ആ ഷൂസ് എടുത്ത് കത്തിച്ച് കളയും. അതുകൊണ്ട് പിറ്റേ ദിവസം കുർബാനയ്ക്ക് വേണ്ടി ഈശോയെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള തീഷ്ണത, എല്ലാ ഷൂസ് കാണിക്കാനുള്ള തീഷ്ണതയോടുകൂടി അന്ധകാലത്ത് പിറ്റേന്ന് രാവിലെ ഒരുങ്ങി ചേച്ചി ഇങ്ങനെ തുറച്ചു നോക്കി ഞാൻ പള്ളിയിലോട്ട് വലിയ ആർഭാടമായിട്ട് ചെന്നു. എൻ്റെ കസിൻ ഉണ്ട് എൻ്റെ കൂടെ കുർബാന സ്വീകരിക്കാൻ വേണ്ടി. കണ്ണുകൊണ്ട് അവൻ കോഷ്ടി കാണിച്ചു, എന്താടാ കാലേൽ മിണ്ടണ്ട എന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരുടെ കണ്ണ് എവിടെ പോയില്ലേലും സിസ്റ്റർമാരുടെ കണ്ണ് കൃത്യമായിട്ട് നമ്മുടെ കാലയിലോട്ട് എത്തും, അല്ലേ? അയ്യോ, പാട്ട് പാടാൻ വേണ്ടി നിന്ന് സിസ്റ്റർ, കൊയറിൻ്റെ ഇൻചാർജാണ് സിസ്റ്റർ. ആദ്യ കുർബാനയ്ക്ക് ഞങ്ങൾ നിൽക്കുന്നത് എന്നെ കണ്ടു കൃത്യമായിട്ട്. കാണാൻ ഞാനൊരു മണ്ടത്തരവും കാണിച്ചായിരുന്നു. കാരണം ആരും എൻ്റെ ഷൂസയിലോട്ട് നോക്കുന്നില്ല. ആദ്യ കുർബാന സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഞങ്ങൾ, ബോയ്സും ഗേൾസും ഒക്കെ 2 വരിയായിട്ട്. ആരും എൻ്റെ കാലിലോട്ട് നോക്കുന്നില്ല. എല്ലാവരും തലയിലോട്ടും ജണ്ടയിലോട്ടും ഫോട്ടോഗ്രാഫറെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് ഷൂസ് ഇടുന്നത്? അതുകൊണ്ട് ഞാൻ ഒരു അബദ്ധം മനസ്സിലാക്കി. 2 തരത്തിലുള്ള തിളങ്ങുന്ന ഷൂസ് ഉണ്ടായിരുന്നു. ഒന്നിങ്ങനെ ചവിട്ടുമ്പോൾ തന്നെ തെളിഞ്ഞോളും. ഈ ഞാൻ മേടിച്ചതിന് ഒരു അബദ്ധം പറ്റിയത്, അത്തൽ ഈ പ്രസ് മീ എന്ന് പറഞ്ഞൊരു സ്വിച്ച് ഉണ്ടായിരുന്നു, ഒരു സ്വിച്ച്. ആ സ്വിച്ച് ഞെക്കിയാൽ മാത്രമേ കത്തത്തുള്ളൂ. ഈ ആദ്യ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ഈ സ്വിച്ചിൽ എങ്ങനെ ഞെക്കും? കയ്യിൽ റിമോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞെക്കി പിടിക്കാം. അങ്ങനെ ഞാൻ വഴി കൂടെ പറന്നു പോകുന്ന സകല കൊക്കുകളെയും മനസ്സിൽ ധ്യാനിച്ച് ഒറ്റക്കാലയിൽ നിന്ന് അങ്ങ് ഞെക്കി. ലൈറ്റ് കത്തി. എൻ്റെ ബന്ധുക്കളൊക്കെ കൂട്ടുകാരൊക്കെ അടുത്തിരിപ്പുണ്ട്. അവരെയൊക്കെ നോക്കി, ഹേയ്
തെറിച്ച് നോക്കുമ്പോഴാണ് കണ്ടേ, അപ്പുറത്തുനിന്ന് ഒരു സിസ്റ്ററിനെ തുറിച്ച് നോക്കുന്നുണ്ട്. കൊയറിൽ നിൽക്കുന്ന സിസ്റ്റർ ആ നോട്ടത്തിലുണ്ടായിരുന്നു, ഷൂസിന്റെ ലേസ് അഴിയുമല്ല, നിന്റെ ജീവിതം തീർന്ന് ആട്ടിയുടെ പെരുന്നാളായിരിക്കും ഉറപ്പിച്ച്. എന്തായാലും ഞാൻ ലൈറ്റ് മറ്റേയും കൂടെ കത്തിച്ചു. എന്തായാലും അടി കൊള്ളും, മിന്നാമിനിങ്ങായിട്ട് കത്താം. അടി കൊള്ളുമ്പോൾ ഒരു ഭംഗി വേണ്ടേ. എന്തായാലും ആദ്യ കുർബാന സ്വീകരിച്ചു. ഫോട്ടോയൊക്കെ എടുക്കുമ്പോഴത്തേനും ദൈവമേ, ഷൂസ് തലയിൽ വെക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു. കാരണം ഫോട്ടോ എടുക്കുന്നവരെല്ലാം മോന്ത കയ്യിലെ ചെണ്ട് മാത്രമേ എടുക്കുള്ളൂ. ആദ്യ കുർബാന കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. ഷൂസ് ഊരാൻ തോന്നുന്നില്ല, പക്ഷെ ഒരൊറ്റ ആഴ്ചയിൽ ഷൂസ് ഊരി. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജോസഫ് കുഴിയിൽ പോയതും പത്രോസില വെള്ളത്തിൽ പോയതും ദാനിയേൽ കുഴിയിൽ പോയതും ഒക്കെയാണ്. ഇതുമായിട്ടൊന്നും ചേർത്ത് ചിന്തിക്കാൻ പറ്റുന്ന ഒരു നല്ല ഉദാഹരണമല്ല ഇത്. എന്നാലും എൻ്റെ അനുഭവത്തിലുള്ള സാക്ഷ്യം ഇതൊക്കെയാണ്. അപ്പോൾ അടുത്ത ഞായറാഴ്ച, പിറ്റേ ദിവസം ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് പോവാണ്. ആദ്യ കുർബാന അന്നൊരു സാറ്റർഡേ ആയിരുന്നു. പിറ്റേ ദിവസം സൺഡേ കുർബാനയ്ക്ക് പോകണം. അപ്പോൾ രണ്ടാമത്തെ കുർബാന കുഞ്ഞുങ്ങൾക്കുള്ള കുർബാനയ്ക്ക് വേണ്ടി പോകുന്നു. ഞങ്ങളെ ഒരു പാലം കടന്ന് വേണം പോകാൻ. അന്നത്തെ കോൺക്രീറ്റ് പാലം ഇല്ല, ഒരു മരത്തടി പാലമാണ്. എല്ലാവരും പള്ളിയിൽ പോകുന്ന ഒരു കാലമായിരുന്നുകൊണ്ട് മരത്തടി നന്നായിട്ട് തേഞ്ഞിട്ടുണ്ട്, തോലൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ കസിൻ ചേട്ടായി ആദ്യത്തെ കുർബാന കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നു. ഞാൻ അങ്ങോട്ട് പോകുന്നു. ചേട്ടായി കടുപ്പത്തിൽ എന്നോട് ചോദിച്ചു, എങ്ങോട്ടാടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പള്ളിയിലോട്ടാ ചേട്ടായി, പള്ളിയിലോട്ടാടാ എന്ന് ഉള്ളിലും പറഞ്ഞ്. എന്നെ ഏടാന്ന് വിളിച്ചാൽ അവനെ പിന്നെ ഏടാന്ന് വിളിക്കണ്ടേ എന്നൊക്കെ മനസ്സിലായി. അന്നത്തെ കുസൃതിയിൽ അങ്ങനെ പൊട്ടത്തരങ്ങളൊക്കെ ചിന്തിച്ച് ചേട്ടായി പാലം ക്രോസ് ചെയ്ത് ഇപ്പുറം എത്തി. ഞാൻ പാലത്തിലോട്ട് കയറി. എൻ്റെ ഉള്ളിലെ കവി ഉണർന്നു. താഴെ കൂടെ ഒഴുകുന്ന തോട്, പണ്ടത്തെ ഒരു വേനൽക്കാലമാണേലും ഒരു ഇച്ചിരി മഴയൊക്കെ ഇടയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന പണ്ടത്തെ കേരളം, മുകളിൽ നിന്ന് പൊടിയായിട്ട് പെയ്യുന്ന മഴ, പ്രഭാതത്തിൻ്റെ ഒരു ചെറിയ കുഞ്ഞിരുട്ട്. രണ്ടാമത്തെ കുർബാനയാണേലും ചെറിയൊരു ഇരുട്ടിൻ്റെ സമയമൊക്കെ അവിടെ ഉണ്ട്. ഉള്ളിലെ കവി ഉണർന്നു. ഈ ഇരുട്ടത്ത് ലൈറ്റ് കത്തിച്ചാൽ നല്ല രസമായിരിക്കും. അങ്ങനെ അപ്പുറത്തെ കണ്ടത്തിലിരിക്കുന്ന കൊറ്റീനെ പിന്നെയും ധ്യാനിച്ച് ഈ ഷൂസ് എന്തിനു ഞാൻ മേടിച്ചു എന്നോർത്ത് ഒന്നുകൂടെ ഒറ്റക്കാലയിൽ നിന്ന് ഒന്ന് ഞെക്കിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പൊന്നു തിരുമേനി, ഈ ഇംഗ്ലീഷ് ലെറ്റർ വൈ ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ മറിഞ്ഞ് ഒരിടി പാലത്തിലും രണ്ടാമത്തെ ഇടി വെള്ളത്തിലുമായി ഞാൻ അങ്ങനെ എന്നെ സമർപ്പിച്ചു. ആദ്യത്തെ വെള്ളം കുടിച്ച് പൊങ്ങി വന്ന സമയത്ത് ഞാൻ ചിരിച്ചു. നിങ്ങളൊക്കെ കുഴി വീണ്, നിങ്ങളൊക്കെ വെള്ളത്തിൽ വീണ് പോയാൽ ചിരിക്കില്ല, നിങ്ങൾ കരയും. ഞാൻ അങ്ങനെ കരഞ്ഞില്ല, ഞാൻ ചിരിച്ചു. ചിരിച്ചത് എന്തിനാന്ന് വെച്ചാൽ ആദ്യ കുർബാനയ്ക്ക് സമ്മാനമായി കിട്ടിയ ബൈബിള്, കുർബാന പുസ്തകം, അമ്മ മേടിച്ചെന്ന കൊട എല്ലാം ഒഴുകിപ്പോയി. ഇന്ന് പള്ളി പോകണ്ടല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിച്ചു. ദൈവമേ, ഇങ്ങനെ ഒരാളാണ് വന്ന് ധ്യാനിപ്പിക്കണം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ച കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. എനിക്കൊരു സന്തോഷം വന്നു. പക്ഷെ രണ്ടാമത്തെ മുങ്ങലിൽ കലക്കവെള്ളം വായിക്കയറി. ഞാൻ വെച്ച് തീർന്നു എന്ന് വിചാരിച്ചു. എന്തായാലും ഞാൻ വെള്ളത്തിലേക്ക് വീണ ശബ്ദം ഈ ചേട്ടായി കേട്ടു. 3ാം ക്ലാസ്സിലന്ന് നീന്തലറിയുന്ന ഒരു പ്രായമല്ല, കരയാൻ പറ്റുന്ന രീതിയിൽ പറ്റുന്ന സാഹചര്യമല്ല, പേടിച്ച് നിൽക്കുകയാണ്, വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും എന്തോ ദൈവാനുഗ്രഹത്തിന് ഇന്ന് കർത്താവിന് മുമ്പേ 2 കൈ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. അറിയാണ്ടൊരു കൈ ഇങ്ങനെ നിന്നു. ആ മുദ്രയുടെ പേരെനിക്കറിയില്ല, പക്ഷെ എന്നെ രക്ഷിച്ച മുദ്രയായിരുന്നു അത്. കൈ ഇങ്ങനെ പൊങ്ങി നിന്നു, ഒരു കൈ. ഈ ചേട്ടായി അവിടെ ഏതോ ഒരു വള്ളിയിൽ ഇങ്ങനെ തൂങ്ങി നിന്നിട്ട് ആ കയ്യേൽ പിടിച്ച് പൊക്കി എടുത്ത് കയറിപ്പോന്നു. സഭയ്ക്ക് അങ്ങനെ ഒരു അച്ഛനെയും കൂടെ കിട്ടി. പറഞ്ഞേ ഹല്ലേലൂയാ. അല്ലെ വെള്ളം കുടിച്ച് മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഞാനത് പറഞ്ഞു വരുന്നത് കൺക്ലൂഡ് ചെയ്യട്ടെ. ജോസഫ്, ഞാൻ പറഞ്ഞില്ലേ, ഒരു എക്സാമ്പിളുമായിട്ടും ചേർത്ത് എൻ്റെ ഈ മണ്ടത്തരത്തെ ചേർത്ത് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ കുഴി വീണ ജോസഫിനും വെള്ളത്തിൽ പോയ പത്രോസ്ലീഹായ്ക്കും സിംഹക്കുഴി വീണ ദാനിയേലിനും അന്ന് കുഞ്ഞായിരുന്ന എനിക്കും ഒറ്റ ഓപ്ഷനുള്ളൂ, രക്ഷപ്പെടാൻ വേണ്ടി. താഴോട്ട് നോക്കിയിരുന്നിട്ട് കാര്യമില്ല, എങ്ങനെ വീണു എന്ന് വിചാരിച്ചുകൊണ്ട് കാര്യമില്ല. ആര് വീഴ്ത്തി, എന്തിന് ചെയ്തു, എൻ്റെ ജീവിതം തീർന്നല്ലോ എന്ന് വിചാരിച്ച് കൈകെട്ടിയിരിക്കാനോ കൈകാലിട്ടടിക്കാനോ ഈ കുഴിയിലേക്കും വെള്ളത്തിലേക്കും നോക്കിയിരിക്കാനോ ദൈവജനത്തിന്, പ്രിയപ്പെട്ട മക്കൾക്ക് അനുവാദമില്ല, സമയമില്ല. രക്ഷപ്പെട്ട് കയറിപ്പോരണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഈ കുഴിക്ക് മുകളിലേക്ക് നോക്കുക, ഈ വെള്ളത്തിന് മുകളിലേക്ക് നോക്കുക, കൈ ഉയർത്തിപ്പിടിച്ചേക്കുക. ഉയർത്തിപ്പിടിച്ച കൈ കർത്താവ് വിടത്തില്ല. കർത്താവിൻ്റെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ച കൈ കർത്താവ് വിടത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. വെള്ളത്തിൽ വീഴാൻ വേണ്ടി നിൽക്കരുത്, കുഴി വീഴാൻ വേണ്ടി നിൽക്കരുത്, സിംഹത്തിൻ്റെ അലർച്ച കേൾക്കാൻ വേണ്ടി നിൽക്കരുത്. കൈ ഉയർത്തിപ്പിടിച്ചോളുക. ഉയർത്തിപ്പിടിച്ചവൻ്റെ കയ്യേൽ കർത്താവ് പിടിക്കും. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഉയർത്തിപ്പിടിച്ച കരങ്ങളിൽ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ടൊന്ന് കൊടുത്തേ. കണ്ണുകൾ അടച്ചു. അടുത്തിരിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കേണ്ട. ഇപ്പം കടന്നു പോകുന്നത് എന്ത് സങ്കടമാണെന്നൊന്നും ആർക്കും മനസ്സിലാവില്ല. ചിലപ്പോൾ വീണ് കിടക്കുന്ന ഈ സിംഹക്കുഴിയിലിരുന്ന് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ നമ്മൾ ടെൻഷൻ അടിക്കും. പത്രോസ്ലീഹ വെള്ളത്തിലേക്ക് ആണ്ടുപോയതുപോലെ ഇനി ഇതിൽ നിന്ന് എനിക്ക് കയറിപ്പോരാൻ പറ്റില്ലല്ലോ എന്നോർത്ത് ചിലപ്പോൾ നമ്മളൊക്കെ സങ്കടപ്പെടും. കടമായിട്ടോ രോഗമായിട്ടോ വേദനകളായിട്ടോ
ഒക്കെ ആ വെള്ളം ഉയരും. ജോസഫിനെ പോലെ ചിലപ്പോൾ ഒരു പൊട്ടക്കിണറിലേക്ക്, ഒരു പടുകുഴിയിലേക്ക് വീണിട്ടുണ്ടാകാം, വീഴ്ത്തിയിട്ടുണ്ടാകാം. എന്തിനെന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചിരിക്കാൻ സമയമില്ല. ഈ കുഴിയിലേക്ക് നോക്കാനോ നമുക്ക് പറ്റില്ല. കണ്ണുകൾ ഉയർത്തി മാത്രം ഈശോയെ മാത്രം നോക്കണം. കരങ്ങൾ ഉയർത്തി ഈശോയിലേക്ക് മാത്രം പിടിക്കണം. കർത്താവിനെ രക്ഷിച്ചു, കർത്താവിനെ രക്ഷിക്കുമെന്ന് ഞാൻ അവരിൽ പ്രത്യാശിക്കുന്നു. ഒരു വലിയ ബോധ്യത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിക്കുന്നു. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ശക്തിയോടെ സ്തുതിക്കുന്നു. ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, അവിടുത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, നാളിതുവരെ എല്ലാ കാര്യങ്ങളും നമ്മളെ സഹായിച്ചവൻ, ഇപ്പം സഹായിക്കുന്നവൻ, ഇനിയും സഹായിക്കുന്ന നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന.